നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 8 വർഷത്തെ പ്രണയത്തിനു ശേഷം കഴിഞ്ഞ നവംബർ 30-ന് ഒന്നിച്ച നിഖിലിന്റെയും അനുവിന്റെയും ജീവിതത്തിന്റെ പാതിവഴിയിൽ അവസാനമായപ്പോൾ ഇന്ന് അനുവിന്റെ പിറന്നാൾ ആഘോഷിക്കേണ്ട വീടുകളിൽ തളം കെട്ടി നിൽക്കുന്നത് 4 മരണങ്ങളുടെ സങ്കടം. അടുത്ത മാസം നിഖിലിനൊപ്പം കാനഡയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു അനു. 2 ആഴ്ച മുൻപ് നടന്ന കല്യാണത്തിന്റെയും ഇടവക പെരുന്നാളിന്റെയും സന്തോഷം മാറും മുമ്പ് അപ്രതീക്ഷിതമായി എത്തിയ വിയോഗങ്ങളിൽ പകച്ചിരിക്കുകയാണ് ഇരു കുടുംബങ്ങളും നാടും. കൂടലിന് സമീപം മുറിഞ്ഞകല്ലിലെ അപകടത്തിന് കാരണം വാഹനം ഓടിച്ചിരുന്ന ആൾ ഉറങ്ങിപ്പോയതാണ് എന്ന് പോലീസും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വ്യക്തമാക്കിയിരുന്നു. ഹൈദരാബാദ് സ്വദേശികളായ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ്സിലേക്കാണ് മല്ലശ്ശേരി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ ഇടിച്ചു കയറിയത്. ഓർക്കാൻ പോലും കഴിയാത്ത സംഭവമാണ് ആ സമയത്തുണ്ടായതെന്നും ഡോർ തുറന്നപ്പോൾ കണ്ട കാഴ്ച ഭയാനകമായിരുന്നുവെന്നും അപകടത്തിന് തൊട്ടു പിന്നാലെ സ്ഥലത്തെത്തിയ പ്രദേശവാസി വെളിപ്പെടുത്തിയിരുന്നു. ബസ്സിനകത്തേക്ക് കാർ ഇടിച്ചു കയറി ജാമായി കിടക്കുകയായിരുന്നു. പെൺകുട്ടിക്ക് മാത്രമാണ് അനക്കമുണ്ടായിരുന്നത്. ആ കുട്ടി രക്ഷപ്പെടുമെന്ന് കരുതിയിരുന്നു. പെട്ടെന്ന് വണ്ടിയിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് ആംബുലൻസും വന്നതായിരുന്നു. എല്ലാ സാഹചര്യങ്ങളും ഒത്തുകിട്ടിയതാണ്. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. കാറിനകത്ത് കുടുങ്ങിക്കിടക്കുന്നവരെ ബാക്കി 3 പേരെ പുറത്തെടുക്കാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. ഒരാളുടെ കഴുത്ത് ഒടിഞ്ഞുകിടക്കുന്നതായിരുന്നു. പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സും പോലീസും വന്നെങ്കിലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. 3 ആണുങ്ങളും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. ഫോൺ വന്നപ്പോഴാണ് അവർ അടുത്തുള്ളവരാണെന്ന് മനസ്സിലായത്. അനുവിന്റെ അമ്മയാണ് സംസാരിച്ചത്. മോളെ, നിങ്ങൾ എവിടെ എത്തി എന്നാണ് അവിടെ നിന്ന് ചോദിച്ചത്. ഒരു അപകടം സംഭവിച്ചു, അവരെ പത്തനംതിട്ട ആശുപത്രിയിലേക്ക് വിട്ടിട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞു. കൂടുതലായി ഒന്നും സംസാരിക്കാൻ നിന്നില്ലെന്നും പ്രദേശവാസി പറഞ്ഞു. അപകട വാർത്ത അറിഞ്ഞതു മുതൽ ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളും നിഖിലിന്റെ വീടായ പൂത്തെത്തുണ്ടിയിലേക്കും അനുവിന്റെ വസതിയായ പുത്തൻ വിള കിഴക്കേതിലേക്കും ഒഴുകിയെത്തി. ഇരു വീടുകളും തമ്മിൽ 1 കിലോമീറ്റർ ദൂരം മാത്രം. പൊന്നുമക്കളായിരുന്നു, പാവങ്ങൾ എന്നായിരുന്നു മല്ലശ്ശേരിക്കാർക്ക് ഇവരെപ്പറ്റി പറയാനുള്ളത്. കല്യാണത്തിന്റെയും ആഘോഷങ്ങൾ തീർന്നപ്പോൾ പെരുന്നാളിന്റെയും ആഘോഷം തുടങ്ങിയിരുന്നു. ഒരേ ഇടവക ആയതിനാൽ കല്യാണ ശേഷമുള്ള ആദ്യ പെരുന്നാൾ ഇരുവരും ഗംഭീരമായി ആഘോഷിച്ചു. കഴിഞ്ഞ 7-നും 8-നുമായിരുന്നു പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളിയിലെ പെരുന്നാൾ. പള്ളിയിലെ ക്വയറിൽ അംഗങ്ങളായിരുന്നു ഇരുവരും. അനു യുവജന പ്രസ്ഥാനത്തിന്റെ ഭാഗമായും പ്രവർത്തിച്ചിരുന്നു. അപകടത്തിൽ മരിച്ച നിഖിലിന്റെ പിതാവ് മത്തായി ഈപ്പൻ മസ്കത്തിലായിരുന്നു. 1 വർഷം മുൻപാണ് നാട്ടിൽ തിരിച്ചെത്തിയത്. അനുവിന്റെ പിതാവ് ബിജു സൈനികനായി വിരമിച്ച ശേഷം ലോക്ഷോർ ഹോസ്പിറ്റലിൽ സെക്യൂരിറ്റി മാനേജറായി ജോലി ചെയ്യുകയായിരുന്നു. ഇടവകയിലെ ഗായക സംഘത്തിലെ അംഗമായിരുന്നു അനു ബിജു. ഇടവകയിലെ പൊതുകാര്യങ്ങളിൽ എല്ലാം സജീവമായി ഇടപെട്ടിരുന്നു ഇരുവരും. സൺഡേ സ്കൂൾ അധ്യാപകനായും അനു പ്രവർത്തിച്ചിരുന്നതായി ഇടവകാംഗങ്ങൾ പറയുന്നു. അപകടത്തിൽപ്പെട്ട കാറിൽ നിഖിലിന്റെയും അനുവിന്റെയും കല്യാണക്കുറിയും ഉണ്ടായിരുന്നു. പരിശോധനയ്ക്കിടെ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗമാണ് കല്യാണക്കുറി കണ്ടെത്തിയത്. നവംബർ 30-നായിരുന്നു ഇരുവരുടെയും വിവാഹം. ഇരുവരുടെയും വിവാഹം കഴിഞ്ഞ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം മുതൽ ഒട്ടേറെ പേർ പുതുതായി കാണുന്നുണ്ട്. വിവാഹ ആശംസകൾ വരേണ്ട കമന്റ് ബോക്സിൽ ഇപ്പോൾ അനുശോചന സന്ദേശങ്ങൾ നിറയുകയാണ്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 4 മണിക്കാണ് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും കാറും കൂട്ടിയിടിച്ച അപകടമുണ്ടായത്. മല്ലശ്ശേരി സ്വദേശികളായ നിഖിൽ, അനു, ബിജു പി ജോർജ്, മത്തായി ഈപ്പൻ എന്നിവരാണ് മരിച്ചത്. കാർ അമിത വേഗതയിലാണ് വന്നതെന്ന് ബസ് ഡ്രൈവർ വ്യക്തമാക്കിയിരുന്നു. കാനഡയിൽ ക്വാളിറ്റി ടെക്നീഷ്യനായിരുന്ന നിഖിൽ വിവാഹത്തിന് വേണ്ടിയാണ് നാട്ടിലെത്തിയത്. ജനുവരി 18-ന് അനുവിനോടൊപ്പം തിരിച്ചു പോകാനിരിക്കുമ്പോഴാണ് ദുരന്തം. നിഖിൽ മുസലിയാർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് പഠനം പൂർത്തിയാക്കിയത്. പള്ളിയിലെ പരിപാടികളിലും സജീവമായിരുന്നു. കുടുംബത്തിന് താങ്ങും തണലുമായിരുന്നു ഭർത്താവ് ബിജു. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മിടുക്കിയായിരുന്നു അനു. മാർത്താണ്ഡ മലങ്കര കാത്തലിക് കോളേജിൽ നിന്നും സൈക്കാട്രിക് MSW നേടിയ അനുവിനെ പള്ളിയിൽ ആദരിച്ചിരുന്നു. മലങ്കര കാത്തലിക് യൂത്ത് മൂവ്മെന്റിന്റെ ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി സാധാരണക്കാർക്ക് വീട് വെച്ച് നൽകുന്ന പ്രവർത്തനങ്ങളിലടക്കം മുന്നിൽ നിന്നവരാണ് അനുവും സഹോദരൻ ആരോണും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.